എല്ലാവർക്കും നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്നലെ റീഡിങ് ഇടാൻ പറ്റിയില്ല, ക്ഷമിക്കുക. ഷോർട്സ് വല്ല വിധാനം ഇട്ടതാണ്. ഇന്നലെ ഒരു ഹോസ്പിറ്റൽ ഡ്യൂട്ടി വന്ന് ചേർന്നു. മദർ ഇൻ ലോയും കൊണ്ടൊന്ന് ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് തിരിച്ചെത്തിയിട്ട് ചെയ്യാൻ പറ്റും വിചാരിച്ചു. ലേറ്റായിപ്പോയി. പിന്നെ പേഴ്സണൽ റീഡിങ്സ് ഒരുപാട് പെൻഡിങ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അതിനൊക്കെ ഇരുന്നു. അതുകൊണ്ട് അതൊരു ഒബ്ലിഗേഷൻ ആണല്ലോ. അത് കാരണം റീഡിങ് സ്കിപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. ക്ഷമിക്കുക കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇന്ന് നമുക്ക് ഒരു ഫൺ റീഡിങ് ചെയ്യാം. എന്നും സീരിയസ് കാര്യങ്ങളും ഫീലിങ്സും അതും ഇതുമൊക്കെ നോക്കിയിട്ടാണ്. ഇന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെപ്പറ്റി ഇമാജിൻ ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അവരുടെ ഇമാജിനേഷനിലുള്ളതെന്ന് നോക്കിയാലോ. ഭാവിയൊക്കെ ഇമാജിൻ ചെയ്യുന്നുണ്ടാവില്ലേ? അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ കാണുമ്പോൾ എന്ത് പറയണം, അങ്ങനെയൊക്കെ ഇമാജിൻ ചെയ്യുന്നുണ്ടാവുമല്ലോ. അപ്പോൾ ഇമാജിനേഷൻസിൽ എന്താണെന്ന് നോക്കിയാലോ. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടാവില്ലേ അറിയാൻ? ഇത് ഫണ്ണായിട്ട് മാത്രം എടുക്കുക കേട്ടോ. ജനറൽ റീഡിംഗ് ആണ്. എൻ്റെ യൂഷ്വൽ ലൈൻ ഞാൻ പറയുന്നില്ല. ഫൺ റീഡിംഗ് ആയതുകൊണ്ട് ആ രീതിയിൽ മാത്രം എടുത്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. പേഴ്സണൽ റീഡിംഗ് വേണ്ടവർ കോൺടാക്റ്റ് ചെയ്തോളൂ. ഞാൻ നമ്പർ സ്ക്രീനിൽ ഇട്ടേക്കാം. ഓക്കെ, എല്ലാവരും ഹാപ്പി ആണല്ലോ അല്ലേ? ഹാപ്പി ആയിട്ടിരിക്കണ്ടല്ലോ, സമാധാനമായിട്ടിരിക്കണ്ടല്ലോ അല്ലേ? റീഡിങ്ങിലേക്ക് പോട്ടെ. ഡിവൈൻ പ്ലീസ് ഗൈഡ്. ഡിവൈൻ എന്നൊരു ഫൺ റീഡിംഗ് ആണ് ഉദ്ദേശിക്കുന്നത്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ അവരെക്കുറിച്ച് എന്താണ് ഇമാജിൻ ചെയ്യാറുള്ളത്, അവരുടെ ലൈഫിനെക്കുറിച്ച്, അവരുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച്, അവരുടെ ഇമാജിനേഷനിൽ എന്തൊക്കെയാണുള്ളതെന്നൊന്ന് കാണിച്ചു തരാമോ? എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ ഇമാജിനേഷനിൽ വീൽ ഓഫ് ഫോർച്യൂൺ താഴെ വീണു. ഞാനത് എടുക്കണ്ട കേട്ടോ. വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ ഇമാജിനേഷനിൽ എൻ്റെ വ്യൂവേഴ്സിനെ കുറിച്ച് എന്താണ് അവർ കാണാറുള്ളത് എന്ന് പറഞ്ഞു തരും. വീൽ ഓഫ് ഫോർച്യൂൺ താഴെ പോയി. ഒന്ന് എടുക്കട്ടെ കേട്ടോ, ഒരു മിനിറ്റ്. ഓക്കെ, എടുത്തു. വീൽ ഓഫ് ഫോർച്യൂൺ, 4 ഓഫ് കപ്സ്, എംപ്രസ്. ഓഫ് കോഴ്സ് അത് വരുമെന്ന് എനിക്ക് ഉറപ്പായിട്ടും അറിയായിരുന്നു. 4 ഓഫ് വാൻഡ്സ്, അതും എനിക്കറിയായിരുന്നു. കിങ് ഓഫ് കപ്സ്, ടെമ്പറൻസ്, ഒന്നുകൂടെ ഒന്ന് ഷഫിൾ ചെയ്യട്ടെ കാർഡ്സ്. ചിലത് മറഞ്ഞു കിടക്കുന്നുണ്ട്. എന്താ പറയുക, ഞാൻ റിവേഴ്സ് കാർഡ്സ് ഞാൻ എടുക്കാറില്ല. അതിൻ്റെ ചിലരെടുക്കാറുണ്ട്, ഞാൻ എടുക്കാറില്ല കേട്ടോ. 10 ഓഫ് പെൻഡക്കിൾസ്, ഓക്കെ ഗുഡ്. 7 ഓഫ് കപ്സ്, 3 ഓഫ് പെൻഡക്കിൾസ്, 3 ഓഫ് വാൻഡ്സ്, ഓക്കെ. The world, okay. 6 of cups, okay. Bottom of the deck വന്നിട്ട് 9 of cups. എന്തായാലും ക്ലാരിഫൈ ചെയ്യണമെന്ന് ചെയ്യും കേട്ടോ. വീൽ ഓഫ് ഫോർച്യൂൺ വെച്ചിട്ട് നിങ്ങളുടെ പേഴ്സണും നിങ്ങളും ഏറ്റവും നല്ല സമയത്ത് ജീവിക്കുന്നതായിട്ട്, ഒന്നിച്ച് ജീവിക്കുന്ന സമയം, അത് ഏറ്റവും നല്ല സമയമാണ്. അവിടെ നിങ്ങൾ അവർക്ക് ഒരുപാട് ഗുഡ് ലക്ക് കൊണ്ടുവരുന്നു. നിങ്ങൾ പരസ്പരം സഹായമായിട്ട് നിൽക്കുന്നു, അങ്ങനെയൊക്കെ. അതായത് നിങ്ങളുടെ ഇപ്പോഴത്തെ ഉള്ള തടസ്സങ്ങളെല്ലാം മാറി നിങ്ങളുടെ ലൈഫ് ഒരു ഗുഡ് ലക്ക് സിറ്റുവേഷനിലേക്ക് വരുന്നതായിട്ട് അവർ ഇമാജിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് നമ്മളെല്ലാവരും തന്നെ ചെയ്യുന്ന ഒരു കാര്യമാണ് അല്ലേ? എക്സിസ്റ്റിംഗ് സിറ്റുവേഷനിൽ നിന്ന് രക്ഷപ്പെട്ട് ഒരു ഗുഡ് ലക്ക് സിറ്റുവേഷനിലേക്ക് എത്തണം എന്നുള്ള ആ ഒരു ഇമാജിനേഷൻ അതവർ വിഷ്വലൈസ് ചെയ്യുന്നുണ്ട്. അത് മാനിഫെസ്റ്റ് ചെയ്യുകയാണ് ആക്ച്വലി. ഓക്കെ, 4 ഓഫ് കപ്സ് എന്താണെന്ന് നോക്കാം. ക്ലാരിഫൈ 4 ഓഫ് കപ്സ്, ക്ലാരിഫൈ 4 ഓഫ് കപ്സ്, ക്ലാരിഫൈ 4 ഓഫ് കപ്സ്, ക്ലാരിഫൈ 4 ഓഫ് കപ്സ്. പേജ് ഓഫ് പെൻഡക്കിൾസ്, ഓക്കെ. അതായത് ഇവർ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു പാട്ട് കാണുകയാണ്, ഒരു മൂവി കാണുകയാണ്, അല്ലെങ്കിൽ ഒരു പാട്ട് കാണുകയാണ് ഓൺലൈനിൽ. ഓക്കെ, മൊബൈലിലോ മറ്റോ കാണുകയാണ്, അല്ലെങ്കിൽ ടി വിയിലൊരു പാട്ട് കാണുകയാണ്.
ഉടനെ ഇവർ നിങ്ങളെ മിസ് ചെയ്യാൻ തുടങ്ങും. മിസ് ചെയ്യാൻ തുടങ്ങിയിട്ട് എസ്പെഷ്യലി റൊമാൻറ്റിക് സോങ്സ് ഒക്കെ ആണെങ്കിൽ ഇവർ ആ ഒരു സീൻ നിങ്ങളുമായിട്ട് വിഷ്വലൈസ് ചെയ്യും. ഓക്കെ, നിങ്ങളാണ് അവിടെ ഉള്ളത്. ദേ കണക്ട് വിത്ത് ദറ്റ് സോങ്, മനസ്സിലായില്ലേ? അവർ ആ പാട്ടുമായിട്ട് കണക്ട് ചെയ്തിട്ട് അത് നിങ്ങളുമായിട്ട് വിഷ്വലൈസ് ചെയ്യും. നിങ്ങളെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, അതും എല്ലാവരും ചെയ്യുന്ന കാര്യമാണെന്ന് തോന്നുന്നു അല്ലേ? പാട്ടൊക്കെ വരുമ്പോൾ നമ്മൾ റിലേറ്റ് ചെയ്ത് ആലോചിക്കില്ലേ? അതുപോലെ അവർ ചിന്തിക്കുന്നതായിട്ട് കാണുന്നവരുടെ ഇമാജിനേഷൻസ് അതൊക്കെയാണ്. നിങ്ങളുമായിട്ട് എവിടെയെങ്കിലുമൊക്കെ പോകുന്നത്, ആ ഒരു പാട്ട്, ഇതൊക്കെ പ്രോബബ്ലി യങ്സ്റ്റേഴ്സ് ആയിരിക്കും കൂടുതലായിട്ടും. അതായത് ഒരു ന്യൂ ലവാണ്, ഫസ്റ്റ് ടൈം ലവാണ്, എന്താ പറയുക, കുറച്ച് പുതിയതായിട്ട് ആദ്യത്തെ ഒരു ലവിൽ അവർ വന്നിരിക്കുകയാണ്. അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷനിലാണ് കൂടുതലായിട്ടും ഇങ്ങനത്തെ ഇമാജിനേഷൻസ് ഒക്കെ വർക്ക് ചെയ്യുക അല്ലേ? നിങ്ങൾ ഒരുമിച്ച് ട്രാവൽ ചെയ്യുന്നതായിട്ട് ഈ പാട്ട്, ഈ ഹീറോ ഹീറോയിന് പകരം നിങ്ങളെ പ്ലേസ് ചെയ്ത് നിങ്ങൾ ഇമാജിൻ ചെയ്യുന്ന ആ ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ, അതാണ് അവർ ചെയ്യുന്നത്. ഓക്കെ, നിങ്ങളും അവരുമാണ് ആ പാട്ടിൽ എന്നൊക്കെയുള്ള രീതിയിൽ വിഷ്വലൈസ് ചെയ്യുന്നതായിട്ട് കാണുന്നു. ഓക്കെ, എനിക്കത് കൂടുതലും യങ്സ്റ്റേഴ്സ് ആയിട്ടാണ് കാണുന്നത്. ഒരു എന്താ പറയുക, കോളേജ് ലൈഫ്, അതിനുശേഷമുള്ള ആ ഒരു 20s ആൾക്കാരുണ്ടല്ലോ, ആ ഒരു സ്റ്റേജിലാണ് എനിക്കത് കൂടുതലായിട്ടും കണക്റ്റ് ആവുന്നത് കേട്ടോ. എംപ്രസ് വെച്ചിട്ട് നിങ്ങളെ തന്നെ ഇമാജിൻ ചെയ്യണം. നിങ്ങളുടെ മുഖം, നിങ്ങൾ അവരുടെ അടുത്ത് വരുന്നത്, അവരെ കെയർ ചെയ്യുന്നത്, അവരുടെ അടുത്ത് സംസാരിക്കുന്നത്, അവരെ പാമ്പർ ചെയ്യുന്നത്, അങ്ങനെ എല്ലാം അവർ എന്താ പറയുക, അവരുടെ അടുത്ത് സംസാരിക്കുന്നത് എല്ലാം അവർ നിങ്ങളെ തന്നെ ഇമാജിൻ ചെയ്യുകയാണ്. കാരണം നിങ്ങളുടെ മുഖം അവരുടെ മനസ്സിൽ അത്രയ്ക്ക് പതിഞ്ഞിരിക്കുകയാണ്. അവർ ചുമ്മാ ഇരുന്ന് ഒരു 5 മിനിറ്റ് ചുമ്മാ ഇരുന്നാലും ഉടനെ നിങ്ങളുടെ മുഖം മനസ്സിലേക്ക് വരും. അങ്ങനത്തെ ആ ഒരു ഇമാജിനേഷൻ, അവരുടെ ലൈഫിലുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വ്യക്തിയായിട്ട് നിങ്ങളെ അവർ ഇമാജിൻ ചെയ്യാറുണ്ട്. അതേപോലെ അവരുടെ കുഞ്ഞുങ്ങളുടെ അമ്മ അച്ഛൻ ആ ഒരു സ്ഥാനത്ത് നിങ്ങൾ ഇരിക്കുന്നതായും, നിങ്ങൾ ഒരുമിച്ചൊരു കുടുംബമാവുന്നതായിട്ടും, നിങ്ങൾ കുട്ടികളും ഒക്കെ ആയിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കുന്നതും അതെല്ലാം ഇവർ ഇമാജിൻ ചെയ്യാറുണ്ട് കേട്ടോ. 4 ഓഫ് വോൺസ് വെച്ച് നിങ്ങളുടെ കല്യാണം തന്നെയാണ് അവർ ഇമാജിൻ ചെയ്യാറുള്ളത്. നിങ്ങളുടെ കല്യാണം, റിസപ്ഷൻ, നിങ്ങൾ ഒരുങ്ങി വരുന്നത്, അതെങ്ങനെ ആയിരിക്കണം, അങ്ങനെയൊക്കെയുള്ള ഒരു ഇമാജിനേഷൻ ഉണ്ടല്ലോ. ഹൗ വിൽ ഇറ്റ് ബി, എങ്ങനെ നമുക്കത് അറേഞ്ച് ചെയ്യാം, എന്തൊക്കെയാണ് അതിൽ ചെയ്യേണ്ടത്. ഇത് പ്രോബബ്ലി എൻഗേജ്മെൻറ്റ് കഴിഞ്ഞതായിരിക്കും. അപ്പോൾ ആ കല്യാണം എങ്ങനെയാണ് നടക്കേണ്ടത് എന്നുള്ള അവനവനൊരു ഇമാജിനേഷൻ ഉണ്ടായിരിക്കുമല്ലോ. ആ ഒരു ഇമാജിനേഷൻ അവർ ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട്. കിങ് ഓഫ് കപ്സ് നോക്കട്ടെ. ക്ലാരിഫൈ കിങ് ഓഫ് കപ്സ്, ക്ലാരിഫൈ കിങ് ഓഫ് കപ്സ്. അതെനിക്ക് ഏകദേശം മനസ്സിലായി എന്താണെന്നുള്ളത്, എന്നാലും ഒന്ന് ക്ലാരിഫൈ ആട്ടെ. ക്ലാരിഫൈ കിങ് ഓഫ് കപ്സ്, ക്ലാരിഫൈ കിങ് ഓഫ് കപ്സ്. മജീഷ്യൻ. എനിക്ക് കൂടുതലായിട്ട് ഇവിടെ തോന്നുന്നത് എന്താ അറിയോ, ഇത് അൺഡിസ്ക്ലോസ്ഡ് ലവ് ആണേ. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് തുറന്ന് പറഞ്ഞിട്ടില്ല, അവർക്ക് നിങ്ങളോടുള്ള ഇഷ്ടം തുറന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇമാജിൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇവരുടെ അടുത്ത് പറഞ്ഞാൽ എന്തായിരിക്കും ഇവരുടെ റിയാക്ഷൻ, പറയുന്നത് ഇമാജിൻ ചെയ്യാണ്. നിങ്ങളുടെ അടുത്ത് ഡിസ്ക്ലോസ് ചെയ്യുന്നത് ഇമാജിൻ ചെയ്യാണ്. എങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കും, എന്തൊക്കെ ചെയ്യാം. മജീഷ്യൻ എന്ന് പറയുന്ന ഒരു പ്ലാനിങ്ങും കൂടെ വരുന്ന ഒരു കാർഡാണ് കേട്ടോ. എങ്ങനെ പറഞ്ഞാലായിരിക്കും നിങ്ങൾ സമ്മതിക്കുക, എന്ത് ചെയ്യാം നിങ്ങളെ കൊണ്ട് സമ്മതിപ്പിക്കാൻ എന്നൊക്കെയുള്ള രീതിയിൽ മാനിഫെസ്റ്റേഷൻസ് ഒരുപാട് ചെയ്യുന്നുണ്ട്. മാനിഫെസ്റ്റ് ഒത്തിരി ചെയ്തിട്ടാണ് ഇവർ ഇരിക്കുന്നത്. ആ മാനിഫെസ്റ്റേഷൻ വർക്ക് ചെയ്യുന്നതായിട്ടും, ആ മാനിഫെസ്റ്റേഷൻ വർക്ക് ചെയ്യുന്നത് വിഷ്വലൈസ് ചെയ്യുന്നുണ്ടായിരിക്കും. മാനിഫെസ്റ്റേഷൻ്റെ ഒരു ഭാഗമാണ് വിഷ്വലൈസേഷൻ അല്ലേ? നമ്മൾ എന്ത് മാനിഫെസ്റ്റ് ചെയ്യുമ്പോഴും ആ കാര്യം നടക്കുന്നതായിട്ട് നമ്മൾ വിഷ്വലൈസ് ചെയ്യണം, ഇമാജിൻ ചെയ്യണം. എന്നാൽ മാത്രമേ ആ കാര്യം നടക്കുകയുള്ളൂ. അപ്പോൾ ഇവർ ഒരുപാട് മാനിഫെസ്റ്റേഷൻസ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്. അതും ഒരു ഇമാജിനേഷനിൽ വരുന്നുണ്ട്. അതായത് ഇവർ നിങ്ങളുടെ അടുത്ത് പ്രപ്പോസ് ചെയ്യുന്നത്, നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നത് എല്ലാം ഇവർ ഇമാജിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് മാനിഫെസ്റ്റേഷൻ്റെ ഒരു ഭാഗമായിട്ട് കൂടിയാണ് അവരത് ചെയ്യുന്നത് കേട്ടോ. ടെമ്പറൻസ് വെച്ചിട്ട് നിങ്ങൾ രണ്ടുപേരും തന്നെ സ്വല്പം സ്പിരിച്വലായിട്ട് ഉള്ള വ്യക്തികളായിരിക്കും. ഒരുമിച്ച് അമ്പലത്തിൽ പോകുന്നത്, അവിടെ വെച്ച് കാണുന്നത്, ഒരുമിച്ച് പ്രാർത്ഥനകൾ ചെയ്യുന്നത്, അങ്ങനെ കൂടുതൽ സ്പിരിച്വലി റിലേറ്റഡ് ആയിട്ട് കാണുന്നു. ഓക്കെ, ഒരു സോൾ കണക്ഷൻ അവിടെ വളരെ സ്ട്രോങ് ആയിട്ട് കാണുന്നുണ്ട് കേട്ടോ. നിങ്ങളുമായിട്ടൊരു ഈക്വൽ ബാലൻസിലെത്തുന്നത്, പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതെല്ലാം പരിഹരിച്ച് നിങ്ങൾ ഒരുമിച്ച് വരുന്നത് എല്ലാം ഇവർ ഇമാജിനേഷനിലുണ്ട്. കൂടുതലായും എനിക്ക് തോന്നുന്നു നിങ്ങൾ
പ്രാർത്ഥനാ സ്ഥലങ്ങളിൽ വെച്ചാണ് പരസ്പരം കാണാറുള്ളത് യൂഷ്വലി. ഓക്കെ, അമ്പലത്തിലോ പള്ളിയിലോ അങ്ങനെ പ്രാർത്ഥനയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രെയർ ഗ്രൂപ്പിൽ അങ്ങനെ എന്തെങ്കിലും അവിടെ വെച്ചാണ് നിങ്ങൾ സ്ഥിരം കാണാറുള്ളത്. ആ കാണുന്നത് അവർ വീണ്ടും ഇമാജിൻ ചെയ്തെടുക്കുന്നതാണ്, അങ്ങനെയും ആവാം കേട്ടോ. 10 of Pentacles വെച്ച് നിങ്ങൾ അവരുടെ ഫാമിലിയുടെ ഭാഗമായിട്ട് അവിടെ നിങ്ങൾ ഒരുമിച്ചിരിക്കുന്നതായും, അതായത് നിങ്ങളുടെ കല്യാണമൊക്കെ കഴിഞ്ഞ് നിങ്ങൾ ഒരുമിച്ചൊരു ലൈഫ് എൻജോയ് ചെയ്യുന്നതും, നിങ്ങൾ അവരുടെ കുട്ടികളെയൊക്കെ മാനേജ് ചെയ്യുന്നതും എങ്ങനെയായിരിക്കും. ഇപ്പം അടുക്കളയിൽ പോകുമ്പോൾ അവിടെ ആലോചിക്കും, ഇവിടെ എൻ്റെ പേഴ്സൺ ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. അല്ലെ വേറൊരു ഡ്രോയിങ് റൂമിലാണ് നിങ്ങൾ ഇമാജിൻ ചെയ്യുന്ന നിങ്ങളുടെ പേഴ്സൺ അവിടെ ഇരുന്ന് പേപ്പർ വായിക്കുന്നു. അങ്ങനത്തെ ഇമാജിനേഷൻസ് ഉണ്ടല്ലോ, ദാറ്റ് യു ആർ ഓൾറെഡി ലിവിങ് വിത്ത് ദം എന്നുള്ള രീതിയിൽ, അവർ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നുള്ള രീതിയിൽ, നിങ്ങളുടെ ഫാമിലിയിൽ അവർ ഇൻക്ലൂഡഡ് ആണ്. അവിടെ അവരെങ്ങനെയാണോ പെരുമാറുന്നത് അത് ഇമാജിൻ ചെയ്യാറുണ്ടായിരിക്കും. ഓക്കെ, 7 of Cups വെച്ചിട്ട് ഡേ ഡ്രീമിംഗ് ആണ്. ഓക്കെ, ഒരുപാട് കാര്യങ്ങൾ ഒറ്റയടിക്ക് ചെയ്യണം എന്നുള്ള ചിന്തകളാണ്. ഓക്കെ, നിങ്ങളെ കൊണ്ട് അവിടെ പോകണം, ഇവിടെ പോകണം, മൂവിക്ക് പോകണം, യാത്ര പോകണം, ഫ്രണ്ട്സിൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒറ്റ സമയത്ത് ഒരുപാട് കാര്യങ്ങളിൽ ഡേ ഡ്രീമിങ്ങിൽ ഇങ്ങനെ പെട്ട് കിടക്കുന്നതായിട്ട്. ഓക്കെ, കാണേണ്ട ഇമാജിനേഷൻസ് ഗോയിങ് വൈൽഡ് എന്ന് പറയില്ലേ, അതുമാതിരി എല്ലാം കൂടി ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം അവർക്ക്. അത്രയ്ക്ക് ഒബ്സസ്ഡ് തിങ്കിങ് ആണ്. അതാണ് അവിടെ കാണുന്നത്. ഒബ്സസ്ഡ് ആയിട്ട് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയാണ് കേട്ടോ. ഇത് നിങ്ങളെ റീപ്ലേസ് ചെയ്യാനൊന്നും അവർക്ക് പറ്റില്ല. വേറൊരാൾ നിങ്ങളുടെ സ്ഥാനത്ത് കാണാനൊന്നും അവർക്ക് സാധിക്കില്ല എന്ന് തന്നെയാണ് കാണുന്നത്. 3 of Pentacles വെച്ചിട്ട് നിങ്ങൾ അവരുടെ ഫ്രണ്ട്സ് ഗ്രൂപ്പിൽ ഇൻക്ലൂഡ് ആവുന്നതായിട്ടും, നിങ്ങളെല്ലാവരും കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്നത്, പാർട്ടി ചെയ്യുന്നത്, ടൈം സ്പെൻഡ് ചെയ്യുന്നത്, അവരുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ ഉണ്ടായിരിക്കും. അവരുടെ കൂടെ നിങ്ങളെയും കൂടി ഇൻക്ലൂഡ് ചെയ്ത് നിങ്ങൾ അവരുടെ ആ ഗ്രൂപ്പിൽ ചേരുന്നതായിട്ടും, അവിടെ നിങ്ങൾ ഹാപ്പി മൊമെൻറ്റ്സ് സ്പെൻഡ് ചെയ്യുന്നതായിട്ടും, അങ്ങനെ അതേപോലെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് എന്നുള്ള രീതിയിൽ നിങ്ങളുടെ അടുത്ത് കാര്യങ്ങൾ പങ്കുവെക്കണം, അതെല്ലാം അവർ ആലോചിക്കുന്നുണ്ട്. ഓക്കെ, അതേപോലെ ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഒരു സ്വന്തമായിട്ടൊരു സ്ഥാപനമൊക്കെ നടത്തുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ അവരുടെ കൂടെ അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ആ ജോലിയിൽ ജോയിൻ ചെയ്യുന്നതായിട്ട്, മനസ്സിലായില്ലേ? നിങ്ങളുടെ പേഴ്സൺ ആണ് ഓർഗനൈസേഷൻ്റെ ഓണർ. അവിടേക്ക് നിങ്ങളും കൂടി, അതായത് ആഫ്റ്റർ മാരേജ് നിങ്ങളും കൂടി അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അവിടെ ജോയിൻ ചെയ്യുന്നതായിട്ടും, നിങ്ങൾ ഒരുമിച്ച് ആ സംരംഭം മുന്നോട്ട് കൊണ്ടുപോകുന്നതായിട്ടും എല്ലാം ഇവർ ഇമാജിൻ ചെയ്യാറുണ്ട്. അതൊക്കെ ഓഫീസിലിരുന്ന് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും. ഓക്കെ, അങ്ങനെ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡുള്ള ആൾക്കാരാണ് അവർ. കാരണം നിങ്ങളെയും കൂടി അതിലേക്ക് ഇൻക്ലൂഡ് ചെയ്യണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ടല്ലോ. ഓക്കെ, 3 of Wands വെച്ചിട്ട് 3 of Wands വേൾഡും രണ്ടും തന്നെ ഞാൻ പറയും. 3 of Wands വേൾഡും വെച്ചിട്ട് ലോങ് ഡിസ്റ്റൻസിലേക്ക് നിങ്ങളെ കൊണ്ടുപോകണം എന്നവർ ചിന്തിക്കുന്നുണ്ട്. ഇപ്പോൾ എസ്പെഷ്യലി നിങ്ങളോ നിങ്ങളുടെ പേഴ്സൺ എബ്രോഡ് ആണെങ്കിൽ ഒരുമിച്ച് അങ്ങോട്ട് പോകുന്ന കാര്യം അവർ ആലോചിക്കുന്നുണ്ട്. എബ്രോഡ് ആണെങ്കിൽ നിങ്ങളെയും കൊണ്ട് അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യണം, അവിടെ ലൈഫ് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള രീതിയിൽ ആലോചിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അവർ നിങ്ങളുമായിട്ട് യാത്രകൾ പോകണം ഒരുപാട്, എസ്പെഷ്യലി ഓവർസീസ് ഫോറിൻ കൺട്രീസൊക്കെ പോയി കാണണം, ഒരുപാട് യാത്രകൾ ചെയ്യണം, മൗണ്ടൻ ഏരിയാസ്, ഇപ്പോൾ ഹിമാലയാസിലേക്ക് പോകണം നിങ്ങളെയും കൊണ്ട്. അതുപോലെ ഈ ഒത്തിരി സീനറി ഒക്കെയുള്ള വളരെ മനോഹരമായിട്ടുള്ള മൗണ്ടൻ ഏരിയാസ് ഉണ്ടാവുമല്ലോ. ഫോർ എക്സാമ്പിൾ ഊട്ടി, കൊടൈക്കനാൽ, അങ്ങനത്തെ സ്ഥലങ്ങളിൽ നിങ്ങളോട്ട് ഒരുപാട് യാത്ര ചെയ്യണം. എബ്രോഡ് പോകാനും ആഗ്രഹമുണ്ട് കേട്ടോ. ഒരുപാട് സ്ഥലങ്ങളിലേക്ക് യാത്രകൾ ചെയ്യണം, വാലീസ് ഒക്കെ ഉള്ള സ്ഥലം, അങ്ങനെയൊക്കെ പോയി കാണണം. നിങ്ങൾ രണ്ടുപേരും യാത്രകൾ ഇഷ്ടമുള്ള വ്യക്തികളായിരിക്കും. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ഇമാജിനേഷൻ വരുന്നത് കേട്ടോ. കാരണം നിങ്ങൾ ഒരുപക്ഷെ കണ്ടുമുട്ടിയത് പോലും ഒരു യാത്രയുടെ ഇടയിലായിരിക്കാം. ഓക്കെ, അപ്പോൾ അവർക്ക് അത് റിലേറ്റഡ് ആയിട്ടായിരിക്കുമല്ലോ ഇമാജിനേഷൻസ് വരിക. അങ്ങനെയാണ് അവർ ചിന്തിക്കുന്നത്. വിവാഹശേഷം നിങ്ങളുമൊത്ത് ഒരുപാട് യാത്രകൾ ചെയ്യണം, കഴിയുമെങ്കിൽ ഓവർസീസ് പോകണമെന്ന് ചിന്തിക്കേണ്ട, ഓവർസീസ് സെറ്റിൽ ആവണമെന്ന് ചിന്തിക്കുന്നവരുമുണ്ട്. നിങ്ങളുടെ പേഴ്സൺ ഓവർസീസ് ആണെങ്കിൽ, എബ്രോഡ് ആണെങ്കിൽ അവിടേക്ക് നിങ്ങളെ കൊണ്ടുപോയി അവിടെ സെറ്റിൽ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരും ഉണ്ട്. ഓക്കെ, 6 of Cups വെച്ചിട്ട് നിങ്ങളുമൊത്ത് ഒരുപാട് കാലം ഒന്നിച്ച് ജീവിക്കണം, മെമ്മറീസ് ക്രിയേറ്റ് ചെയ്യണം എന്നൊക്കെ അവർ ഇമാജിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതായത് കുറേ കാലങ്ങൾക്ക് ശേഷം അവരുടെ കുട്ടികൾ, പേരക്കുട്ടികൾ അവരുടെയൊക്കെ കൂടെ പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ചിരിക്കണം, അത്രയും വരെ ലോങ് ടേം കാര്യങ്ങൾ ഇവർ ആലോചിക്കുന്നുണ്ട്. ഓക്കെ,
അതുമാത്രമല്ല നിങ്ങൾ കുറേ കാലമായിട്ട് പരസ്പരം അറിയാവുന്നവരുമായിരിക്കണം കേട്ടോ. ഇന്നും ഇന്നലെ പരിചയപ്പെട്ടതൊന്നും അല്ല. ഒരു പക്ഷേ സ്കൂൾ കോളേജ് ടൈം മുതലൊക്കെ തന്നെ നിങ്ങൾ കണക്റ്റഡ് ആയിരിക്കണം. പിന്നീട് ഒന്ന് സെപ്പറേറ്റ് ആയി കാണും, വീണ്ടും ഒന്നിച്ച് വന്ന് അങ്ങനത്തെ റിലേഷനും ആവാം കേട്ടോ. അതിപ്പോഴും ഒരു സ്നേഹബന്ധത്തിലെത്തിയിരിക്കുകയാണ്. ആ രീതിയിൽ അവരുടെ ഇമാജിനേഷനിൽ നിങ്ങൾ ലൈക്ക് ഭാവിയിലിരുന്ന് എന്താ വയസ്സുകാലത്ത് ഇരുന്ന് പഴയ ഓർമ്മകളൊക്കെ അയവിറക്കുന്നതും അതൊക്കെ അവരുടെ ഇമാജിനേഷനിൽ ഉണ്ട്. ഓക്കെ, അത് അവർ നിങ്ങളെക്കുറിച്ച് വളരെ സീരിയസ് ആയതുകൊണ്ടാണ് അവർ അത്രയും ചിന്തിക്കുന്നത് കേട്ടോ. 9 ഓഫ് കപ്സ് വെച്ചിട്ട് നിങ്ങൾ അവരുമായിട്ട് അവരാഗ്രഹിച്ച രീതിയിലുള്ള ഒരു ജീവിതം അവർ ചിന്തിക്കുന്നുണ്ട്. കാരണം നിങ്ങൾ അവരുടെ വിഷ് ഫുൾഫിൽമെൻ്റ് ആണ് അല്ലേ. വേറെ എല്ലാം അവരുടെ ലൈഫിലുണ്ട്, ബാക്കി എല്ലാ സൗഭാഗ്യങ്ങളും അവർക്ക് കിട്ടിയിട്ടുണ്ട്, നിങ്ങളില്ല അവരുടെ കൂടെ. അപ്പം നിങ്ങളും കൂടി അതിൽ ഇൻക്ലൂഡ് ആവുമ്പോഴാണ് അവരുടെ ലൈഫ് കംപ്ലീറ്റ് ആവുന്നത്. ഓക്കെ, അങ്ങനെ അവരുടെ ലൈഫിന് ഒരു കംപ്ലീഷൻ കിട്ടുന്നതായിട്ടും നിങ്ങൾ അവരുടെ വിഷ് ഫുൾഫിൽമെൻ്റ് ആയിട്ട് എന്താ പറയുക, നമ്മൾ ഇങ്ങനെ എന്താ പറയുക, എഴുത്തുകാരൊക്കെ പറയില്ലേ വീട്ടിൽ വിളക്ക് തെളിയിക്കാൻ ഒരാൾ വേണം എന്ന് പറഞ്ഞതുപോലെ ആ വിളക്ക് തെളിയിക്കുന്ന നിങ്ങളാണ്. പിക്ചർ പോലും അത് തന്നെയാണ്. നോക്കിയേ, വിളക്ക് പിടിച്ചിരിക്കാൻ. എനിക്ക് ചിരിക്കണോ? അല്ല, ഇത് ചിരിക്കേണ്ട കാര്യമൊന്നും ഇല്ല ശരിക്കും പറഞ്ഞ. അല്ല, ഞാൻ പറഞ്ഞത് കേട്ടിട്ട് ഞാൻ തന്നെ ചിരിച്ചതാ. ഇത്തിരി സാഹിത്യപരമായി പോയി അല്ലേ. പക്ഷെ ഇമാജിനേഷൻ അതാണ് നിങ്ങൾ വീട്ടിൽ വിളക്ക് എത്തിക്കുന്നത്. ഇത് എസ്പെഷ്യലി നിങ്ങളിലുള്ള സ്ത്രീക്ക് റെസനേറ്റ് ആവുന്നതായിരിക്കും കേട്ടോ. അതായത് നിങ്ങൾ സ്ത്രീയാണ്, നിങ്ങളുടെ ആ പേഴ്സൺ ഉണ്ടല്ലോ, അദ്ദേഹം ആലോചിക്കുന്ന കാര്യമാണിത്. പിന്നെ നിങ്ങളുടെ പേഴ്സണൽ ഇമാജിനേഷൻ ആണല്ലോ നമ്മൾ നോക്കുന്നത്. അപ്പോൾ നിങ്ങൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വിളക്ക് തെളിയിക്കാൻ ചെല്ലുന്നു എന്നുള്ള രീതിയിൽ. ഓക്കെ, അതിലെന്തത്ര ചിരിക്കാനെന്നല്ലേ നിങ്ങളിപ്പോൾ ചിന്തിച്ചത്? അല്ല, ഞാൻ പറഞ്ഞത് ഇത്തിരി സാഹിത്യപരമായി പോയി, അതുകൊണ്ട് ചിരിച്ചു പോയതാ. കുറച്ച് കാർഡ്സ് കൂടെ എടുക്കാം കേട്ടോ. എന്തായാലും കൊള്ളാം ഇമാജിനേഷൻസ് അല്ലേ. ക്വീൻ ഓഫ് പെൻഡക്കിൾസ് നിങ്ങളെ ലൈഫിൽ സെറ്റിലാക്കണമെന്ന് അവർ ഇമാജിൻ ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങളെക്കുറിച്ച് വളരെ ബോധേഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളുടെ പേഴ്സൺ. നിങ്ങളുടെ ജോലിയിൽ അഭിവൃദ്ധി കിട്ടുന്നതായിട്ടും, നിങ്ങൾക്കൊരു പ്രൊമോഷൻ, നിങ്ങൾ സ്വന്തമായിട്ടൊരു സംരംഭം തുടങ്ങുന്നു, നിങ്ങൾ അവിടെ സക്സസ്ഫുൾ ആവുന്നു, നിങ്ങൾ സ്വയം സമ്പാദിക്കുന്നു, അങ്ങനെയെല്ലാം അവർ ഇമാജിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ സെറ്റിൽഡായിട്ട് നല്ല നിങ്ങളുടേതായിട്ടുള്ളൊരു സ്വയം പര്യാപ്തത നിങ്ങൾക്ക് കിട്ടുന്നു എന്നെല്ലാം ഇവർ ഇമാജിൻ ചെയ്യുന്നുണ്ട്. എത്ര നല്ല ചിന്തയാണ് അല്ലേ. അങ്ങനെ നിങ്ങൾ അവരുടെ ഒപ്പം ഒരു സെൽഫ് റിലയൻ്റ് ആയിട്ട് നിൽക്കുന്നതായിട്ട് കാണുന്നു അവർ കേട്ടോ. നൈറ്റ് ഓഫ് കപ്സ് ചിലർ നിങ്ങൾ പിണങ്ങിയിരിക്കുന്ന സിറ്റുവേഷനൊക്കെ ആണെങ്കിൽ ടെമ്പററി സെപ്പറേഷൻ ആയിരിക്കാം, വഴക്കിട്ടതായിരിക്കാം, ഒരു ചെറിയ പിണക്കമായിരിക്കാം, എന്ത് തന്നെ ആവട്ടെ, അവരാഗ്രഹിക്കുന്നത്, അവർ ഇമാജിൻ ചെയ്യുന്നത് നിങ്ങൾ അവരുടെ അടുത്ത് ഒരു സോറിയൊക്കെ പറഞ്ഞ് വരുന്നതായിട്ടാണ്. ഓക്കെ, നിങ്ങൾ അങ്ങോട്ട് ചെന്ന് ഒരു സോറി പറയുന്നത് ഇവർ ഇമാജിൻ ചെയ്യുന്നുണ്ട്. സോറി പറഞ്ഞ് വരില്ലേ, വരുമ്പോൾ എന്തായിരിക്കും പറയുക എന്നൊക്കെയുള്ള ഒരു ഇമാജിനേഷൻ ഉണ്ടല്ലോ, അതാണ് അവരവിടെ ചെയ്യുന്നത് കേട്ടോ. ഇനി എത്ര കാർഡ്? ഞാനൊരു 3 കാർഡ് കൂടെ എടുക്കാം, അത് മതി. ഓക്കെ, ക്വീൻ ഓഫ് കപ്സ് നിങ്ങൾ അവരെ പ്രതി വളരെ ഇമോഷണലായിട്ട് പെരുമാറുന്നതും അവർ ഇമാജിൻ ചെയ്യാറുണ്ട്. അതായത് ഫുൾ ഇമോഷണൽ ഇൻവോൾവ്മെൻറ്റ് നിങ്ങളുടെ ഭാഗത്തു നിന്നും നിങ്ങളുടെ റിലേഷനിലേക്ക് വരുന്നതായിട്ട് അവർ ഇമാജിൻ ചെയ്യാറുണ്ട്. അവർക്കിപ്പോഴും ഈ പറഞ്ഞ ഈ കണക്റ്റായ ആൾക്കാരുണ്ടല്ലോ, അവർക്ക് ഒരു കംപ്ലീറ്റ് ഇമോഷണൽ ഇൻവോൾവ്മെൻറ്റ് അറ്റ് പ്രസൻറ്റ് ഫീൽ ചെയ്യുന്നുണ്ടാവില്ലേ, അവർക്ക് കൺഫ്യൂഷൻ ആയിരിക്കും. ഓക്കെ, ഫുൾ ഒരു ഉറപ്പ് അവർക്ക് അവിടെ കിട്ടിയിട്ടില്ല, ഒരു കൺഫ്യൂഷൻ ഉണ്ട്. നിങ്ങളുടെ ഫീലിങ്സ് എന്താണ് എന്നതിനെക്കുറിച്ച് ഈ പർട്ടിക്കുലർ കാർഡിൻ്റെ ആൾക്കാർക്ക് കൺഫ്യൂഷൻ ഉണ്ട്. ഓക്കെ, അങ്ങനെ ഒരു കൺഫ്യൂഷനുള്ള വ്യക്തിയാണ് നിങ്ങളുടെ എങ്കിൽ അവർ ചിന്തിക്കുന്നത് നിങ്ങൾ ആ ഫുൾ ഇമോഷണൽ ഇൻവോൾവ്മെൻറ്റ് ഇവരുടെ അടുത്ത് പറയണം, ഇവരുടെ അടുത്ത് ആ മനസ്സ് തുറന്ന് കാണിക്കണം എന്നാണ് അവർ ചിന്തിക്കുന്നത് കേട്ടോ. ആക്ച്വലി നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത് എന്ന് നിങ്ങൾ പറയണം എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. അത് ചിന്തിക്കാൻ മീൻസ് ഇമാജിൻ ചെയ്യണം. നിങ്ങൾ ഇമോഷണലായിട്ട് അവരുടെ അടുത്ത് നിങ്ങളുടെ ഇമോഷൻസ് അവരുടെ അടുത്ത് ഡിസ്ക്ലോസ് ചെയ്യുന്നതായിട്ട്, തുറന്ന് പറയുന്നതായിട്ട്
അവർ ഇമാജിൻ ചെയ്യാറുണ്ട്. പേജ് ഓഫ് കപ്സ് നിങ്ങളുടെ അടുത്ത് മണിക്കൂർ കണക്കിനിരുന്ന് സംസാരിക്കുന്നത്, നിങ്ങളുടെ അടുത്ത് പറയേണ്ട കാര്യങ്ങൾ, നിങ്ങളെ കാണുമ്പോൾ എന്താണ് ഇവർക്ക് പറയേണ്ടത്. ഞാൻ ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം. നിങ്ങൾ അല്ലെങ്കിൽ അവരൊരു റൂമിൽ തനിയെ ഇരിക്കുകയാണ്. തനിയെ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ അവരുടെ ഫ്രണ്ടിലുണ്ട് എന്നുള്ള രീതിയിൽ ഇവർ നിങ്ങളോട് സംസാരിക്കും. ഓക്കെ, ഇവരുടെ ഒരു ടെലിപ്പതി കമ്മ്യൂണിക്കേഷൻ പോലെ. ഓക്കെ, ടെലിപ്പതി കമ്മ്യൂണിക്കേഷൻ പോലെ ഇവർ നിങ്ങൾ അവിടെ ഉണ്ട് എന്നാണ് അവരുടെ സങ്കല്പം. അങ്ങനെ ഇവർ നിങ്ങളുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്. ഓക്കെ, അവിടെ ഉണ്ട് എന്നുള്ള രീതിയിൽ എപ്പോഴും നിങ്ങൾ അടുത്തുണ്ട്. അതാണ് എപ്പോഴും ഒരു കാർഡ് ഇത് നമുക്ക് മെസ്സേജസിൽ വരില്ലേ, ഐ ക്യാൻ സ്റ്റിൽ ഫീൽ യു എന്ന് പറയുന്നത് ആ ഒരു ഇമാജിനേഷൻ. ഓക്കെ, നിങ്ങൾ അവരുടെ അടുത്ത് ഉണ്ട് എന്നുള്ളൊരു ഫീലിംഗ് ആണ് അവർക്ക്. അതുകൊണ്ട് ഇവർ നിങ്ങളുടെ അടുത്ത് കമ്മ്യൂണിക്കേഷൻ ചെയ്യാറുണ്ട്. കമ്മ്യൂണിക്കേഷൻ ടെലിപ്പതിക്കായിട്ട് നിങ്ങൾക്ക് റിസീവ് ചെയ്യുമെന്ന് അവർ കരുതുന്നുണ്ട് കേട്ടോ. എന്തെല്ലാം ഇമാജിനേഷൻസ് ആണ് അല്ലേ, എന്തെല്ലാം ഇമാജിനേഷൻസ് ആണ്. ക്വീൻ ഓഫ് വാൻസ് നിങ്ങൾ മൊത്തമുള്ള റൊമാൻറ്റിക് മൊമെൻറ്റ്സ് ഇവർ ഇമാജിൻ ചെയ്യാറുണ്ട് കേട്ടോ. നിങ്ങൾ ഹഗ് ചെയ്യുന്നത്, കിസ് ചെയ്യുന്ന, അങ്ങനെയൊക്കെ എക്സെട്ര എക്സെട്ര. ഞാൻ എക്സാജറേറ്റ് ചെയ്യുന്നില്ല, കൂടുതൽ പറയുന്നില്ല. റൊമാൻറ്റിക് മൊമെൻറ്റ്സ് നിങ്ങളുമായിട്ട് സ്പെൻഡ് ചെയ്യുന്നത് ഇവർ ഇമാജിൻ ചെയ്യാറുണ്ട്. ഓക്കെ, ബാക്കി നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ, ഞാൻ കൂടുതൽ പറഞ്ഞ് പ്രശ്നമാക്കുന്നില്ല. ഓക്കെ, നമുക്ക് ഇനി ഞാൻ ഒരേ ഒരു കാർഡ് കൂടി എടുക്കാൻ പോകുന്നുള്ളൂ. ഇനി ഷഫിൾ ചെയ്തിട്ട് എടുക്കാം. ഒരേ ഒരു കാർഡ് കൂടി തരൂ. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ ഇമാജിനേഷൻസ് അറിയാൻ വേണ്ടിയിട്ട്. 2 ഓഫ് കപ്സ്. ഓബ്വിയസ്ലി കാർഡ് വന്നില്ലല്ലോ എന്ന് ഞാൻ വിചാരിച്ചു. 2 ഓഫ് കപ്സ് വെച്ചിട്ട് എന്താണ്? റീയൂണിയൻ ഇമാജിൻ ചെയ്യുന്നു. ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ട് പോയി, അടുത്തതപ്പോൾ കാണുമ്പോൾ എങ്ങനെയാണ്, എന്ത് സംസാരിക്കാം, എന്ത് പറയാം, എങ്ങനെ സ്നേഹം കൈമാറാം എന്നെല്ലാം ഇവർ കണ്ടിന്യൂസ് ആയിട്ട് ഇമാജിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അടുത്ത യൂണിയൻ എങ്ങനെയാണ്? റീയൂണിയൻ എന്ന് ഞാൻ അവിടെ പറയില്ല, യൂണിയൻ എന്ന് തന്നെ പറയും. തമ്മിൽ കാണുകയാണ്, രണ്ടുപേരും പരസ്പര സ്നേഹം തന്നെയാണ് അവിടെ ഇനി കാണുമ്പോൾ എന്താണ്, എങ്ങനെ പെരുമാറണം, എന്ത് പറയണം എന്നൊക്കെ ഇവർ ഇമാജിൻ ചെയ്യാറുണ്ട് കേട്ടോ. നിങ്ങൾ എന്ത് പറയും, എങ്ങനെ പെരുമാറും, അതുമെല്ലാം ഇവർ ഇമാജിൻ ചെയ്യാറുണ്ട്. ഓക്കെ, ബ്യൂട്ടിഫുൾ ഇമാജിനേഷൻസ് അല്ലേ. കാര്യം തമാശയാണെന്ന് ഞാൻ പറഞ്ഞെങ്കിലും പക്ഷേ ഫീലിങ്സ് വന്നപ്പോൾ വളരെ നല്ലതായിരുന്നു. ഓക്കെ, അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഞാൻ നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജിയും കൂടെ ക്യുക്കായിട്ടൊന്ന് എടുത്ത് തരാം കേട്ടോ. ഇപ്പോൾ അവരെന്താണ് ഫീൽ ചെയ്യുന്നതെന്നുള്ള രീതിയിൽ. ഓക്കെ, ഡിവൈൻ പ്ലീസ് ഗൈഡ് എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ കറണ്ട് എനർജി എന്താണെന്നൊന്ന് പറഞ്ഞു തരൂ. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ കറണ്ട് എനർജി എന്താണെന്നൊന്ന് പറഞ്ഞു തരൂ. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ കറണ്ട് എനർജി എന്താണെന്ന് പറഞ്ഞു തരൂ. വ്യൂവേഴ്സ് പേഴ്സൺസ് കറണ്ട് എനർജി ഫോർ വ്യൂവേഴ്സ് പേഴ്സൺസ് കറണ്ട് എനർജി ഫോർ വ്യൂവേഴ്സ് പേഴ്സൺസ് കറണ്ട് എനർജി ഫോർ ഹാമറ്റ് വീണു. 6 ഓഫ് പെൻറ്റക്കിൾസ്, 2 ഓഫ് വാൻഡ്സ്. ഓക്കെ, സ്ട്രെങ്ത്, Page of Wands, 4 of Wands. Okay, King of Swords, 4 of Pentacles, 9 of Pentacles. Okay, Lovers, good. 7 of Pentacles. രാവിലെ നേരത്തെ നോക്കിയാൽ 7 of Pentacles ഉറപ്പായിട്ട് വരും അല്ലേ, അത് വരാതിരിക്കില്ല. പേജ് ഓഫ് പെൻറ്റക്കിൾസ് ആൻഡ് ബോട്ടം ഓഫ് ദി ഡെക്ക് 3 ഓഫ് കപ്സ്. ഓക്കെ, ഒരു ഒറ്റപ്പെടൽ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കറണ്ട് എനർജിയിൽ അവരെന്ത് തന്നെ ചെയ്യുകയാണെങ്കിലും, എവിടെ തന്നെ ബിസി ആയാലും ബാക്ക് ഓഫ് ദി മൈൻഡിൽ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്, നിങ്ങളെപ്പറ്റി ഓർക്കുന്നതായിട്ട് ധ്യാനിക്കുന്നതായിട്ട് കാണുന്നു. ഓക്കെ, 6 ഓഫ് പെൻറ്റക്കിൾസ് വെച്ച് നിങ്ങളുമായിട്ട് ഈക്വൽ ഗീവ് ആൻഡ് ടേക്കിൽ എത്തണം എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ ഒരു പക്ഷേ ഫൈനാൻസ് റിലേറ്റഡ് ഫീൽഡിൽ ജോലി ചെയ്യുന്ന ഒരാളുമായിരിക്കാം കേട്ടോ. ബാങ്കിങ് റിലേറ്റഡ്, ഫൈനാൻസ് റിലേറ്റഡ്, അങ്ങനെയൊക്കെ. അതായത് കാശ് കൊടുക്കൽ വാങ്ങൽ നടക്കുന്ന ഒരു ജോലിയിലുള്ള ഒരു വ്യക്തിയായിരിക്കാം. ഈവൻ ഒരു കട നടത്തുന്ന ഒരാളായിരിക്കാം. മനസ്സിലായല്ലോ? ഫൈനാൻഷ്യൽ, അതായത് പൈസ വാങ്ങി ചെയ്യുന്ന സർവീസസ്, അങ്ങനെയുള്ള ജോലി ചെയ്യുന്ന ഒരാളായിരിക്കാം. ബാങ്കിലും ആയിരിക്കാം, അങ്ങനെ കാണുന്നു. അതേപോലെ 2 ഓഫ് വാൻഡ്സ് വെച്ചിട്ട് അറ്റ് പ്രസൻറ്റ് നിങ്ങളിൽ നിന്നും ഡിസ്റ്റൻസിലാണ് അവർ. അവിടെ ഇരുന്ന് ആലോചിക്കുന്നതായിട്ട് കാണുന്നു, നിങ്ങളെക്കുറിച്ച് മിസ്സിങ് എനർജിയിൽ ഓർക്കുന്നതായിട്ട് കാണുന്നു. ഓക്കെ,
സ്ട്രെങ്ത് വെച്ചിട്ട് ലോങ് ഡിസ്റ്റൻസ് ആയതുകൊണ്ട് തന്നെ ഒന്ന് ക്ഷമയോടെ വെയിറ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യം അവർക്ക് ഉള്ളതായിട്ട് അവിടെ കാണുന്നുണ്ട്. ഓക്കെ, ക്ഷമയോടെ മാത്രമേ കാര്യങ്ങൾ ഡീൽ ചെയ്യാൻ പറ്റൂ. ട്രാവൽ ചെയ്തൊക്കെ വരേണ്ടി വരുമായിരിക്കും. അതുകൊണ്ട് തന്നെ അവിടെ ഒരു വെയിറ്റിംഗ് പീരീഡിൽ ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിലും ഒരു ഫൈനാൻഷ്യൽ ഗിവ് ആൻഡ് ടേക്ക് നടക്കുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. ഒന്നുകിൽ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പൈസ കൊടുത്ത് സഹായിക്കാറുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലത്തെ എന്തെങ്കിലും സർവീസസ് നിങ്ങൾക്ക് വേണ്ടി ഇദ്ദേഹമോ ഇവരോ ചെയ്യുന്നുണ്ടായിരിക്കും. മനസ്സിലായില്ലേ? ഫോർ എക്സാമ്പിൾ ട്യൂഷൻ പഠിപ്പിക്കുന്ന ഒരാളായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഷോപ്പിൽ ഉള്ള ഷോപ്പിൻ്റെ ഓണറായിരിക്കാം. അതേപോലെ വേറെ എന്താണ്, ബാങ്കിൽ ഉള്ള ഒരാളായിരിക്കും, കാഷ്യർ, അങ്ങനത്തെ കാര്യമൊക്കെ. അതായത് ഫൈനാൻഷ്യൽ ഗിവ് ആൻഡ് ടേക്ക് നിങ്ങളുടെ ഇടയിലും നടക്കാറുണ്ടെന്ന് ചുരുക്കി പറഞ്ഞാൽ. ഓക്കെ, പേജ് ഓഫ് വോൺസ് വെച്ചിട്ട് നിങ്ങൾക്കൊരു മെസ്സേജ് അയക്കുന്നതിനെ പറ്റിയിട്ട് അവർ ആലോചിക്കേണ്ട. നിങ്ങളുടെ മെസ്സേജ് അല്ലെങ്കിൽ റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നോക്കുന്നതായിട്ടോ കേൾക്കുന്നതായിട്ടോ കാണുന്നു. ഓക്കെ, നിങ്ങളുടെ ഓൺലൈൻ റിലേറ്റഡ് ആക്ടിവിറ്റീസ് ഇവർ ശ്രദ്ധിക്കുന്നു എന്നും കാണുന്നുണ്ട്. ഫോർ ഓഫ് വോൺസ് വെച്ചിട്ട് അവർക്ക് എന്തോ ഇവൻ്റ് വരുന്നുണ്ട്. ആ ഇവൻറ്റിന് വേണ്ടി ഇവർ തയ്യാറെടുക്കുന്നതായിട്ട് കാണുന്നു കേട്ടോ. ഒരുപക്ഷെ ഒരു പ്രോജക്റ്റിൻ്റെ കംപ്ലീഷൻ ആയിരിക്കാം, അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം. അല്ലെങ്കിൽ ഇവരൊരു എന്താ പറയുക, ഒരു ഇവൻറ്റ് മാനേജ്മെൻറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയുമായിരിക്കാം. അവരുടെ ജോലി സംബന്ധമായിട്ടായിരിക്കണം ഒരുപക്ഷെ ആ ഒരു ഇവൻ്റ് വരേണ്ടാവുക. അതിനെക്കുറിച്ച് അവർ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. അല്ലെങ്കിൽ അവിടെ വെച്ച് നിങ്ങളെ കാണാനുള്ള സാധ്യതയുണ്ട്. ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കിയിട്ട് അവിടെ വെച്ച് നിങ്ങളെ കാണാം എന്ന് ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, ഒരു പബ്ലിക് ഇവൻ്റ്, ഒരു കുറേ പേര് വരുന്ന ഒരു ഇവൻ്റാണ്. ഒരു കല്യാണമായിരിക്കാം, എൻഗേജ്മെൻറ്റ്, ബർത്ത്ഡേ പാർട്ടി, അങ്ങനെ എന്തോ ഒരു മീറ്റിംഗ്, ഓഫീസ് മീറ്റിംഗ് ആയിരിക്കാം. അവിടെ എന്തോ വെച്ച് നിങ്ങളെ കാണാൻ ഒരു സന്ദർഭം കിട്ടിയാൽ കാണാം എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ ചിന്തിക്കാവുന്ന കാര്യം, അതായത് ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കിയിട്ട് വേണം നിങ്ങളെ കാണാൻ. കാരണം അവർ കുറച്ച് ഈഗോ പിടിച്ചിരിക്കുകയാണ്. ഒരു ഈഗോ റിലേറ്റഡ് ഇഷ്യൂ, താണു തരാനുള്ള ഒരു ബുദ്ധിമുട്ട്, ഓപ്പൺ അപ്പ് ചെയ്ത് പറയാനുള്ള ബുദ്ധിമുട്ട്, അതെല്ലാം അവരെ തടുക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളെ ഒന്ന് ഫോൺ ചെയ്ത് പറയേണ്ട കാര്യമേ ഉള്ളൂ. പക്ഷെ അത് പറയാതെ എവിടെയെങ്കിലും വെച്ച് ഇതുപോലെ യാദൃശ്ചികമായി കണ്ടുമുട്ടും പോലെ കണ്ടിട്ട് നിങ്ങളുടെ അടുത്ത് കാര്യം പറയാം എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. ഓക്കെ, ഫോർ ഓഫ് പെൻറ്റക്കിൾസ് വെച്ച് കണ്ടാലും ഒരു പക്ഷേ ഓപ്പൺ അപ്പ് ചെയ്ത് പറയാൻ സാധ്യതയില്ല ഒന്നും. വളരെ കാഷ്വലായി സംസാരിച്ച് അങ്ങനെ വളരെ കാഷ്വൽ മീറ്റിംഗ് പോലെ അങ്ങ് പോകും. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ ഭയങ്കര പൊസസീവായിട്ടും ഇൻസെക്യൂർഡായിട്ടും എല്ലാം ഫീൽ ചെയ്യുന്നുമുണ്ട്. ഓക്കെ, പുറമേക്ക് കാണിച്ചില്ലെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളെ പ്രതി വളരെ പൊസസീവാണ് എന്നും കാണുന്നുണ്ട് കേട്ടോ. ഉള്ളിൽ തോന്നുന്ന ഫീലിങ്സ് അടക്കി പിടിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, 9 ഓഫ് പെൻറ്റക്കിൾസ് വെച്ച് അവർ സ്വന്തം കാര്യങ്ങളിലും ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. അവർക്ക് ജോലിയിൽ ശ്രദ്ധിച്ചേ മതിയാകൂ. കാരണം ഈ പറഞ്ഞ പോലെ ഇവൻറ്റോ മീറ്റിംഗ് ഉണ്ടോ പ്രോജക്റ്റോ എന്തോ അവർക്ക് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. അവരതിനെക്കുറിച്ചും ചിന്തിക്കുന്നുണ്ട്. സെൽഫ് കെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. പ്രാർത്ഥിക്കാറുണ്ട്, സെൽഫ് കെയർ നല്ലപോലെ ചെയ്യുന്നുണ്ട്, സെൽഫ് റെസ്പെക്റ്റ് കീപ്പ് ചെയ്യുന്നുണ്ട്. എല്ലാം തന്നെ എന്താ പറയുക, സെൽഫ് റിലയൻ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. സ്വന്തം കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നുണ്ട് ചുരുക്കി പറഞ്ഞാൽ. ഓക്കെ, ലവേഴ്സ് വെച്ചിട്ട് ഒരുപാട് സ്നേഹം തോന്നുന്നുണ്ട് നിങ്ങളുടെ അടുത്ത്. വളരെ സ്നേഹത്തോടെ തന്നെയാണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് കേട്ടോ. പുറമേക്ക് അവരെന്ത് കാണിക്കുന്നുണ്ടെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ സ്നേഹം തന്നെയാണ്. ജോലി, 7 ഓഫ് പെൻറ്റക്കിൾസ് വെച്ചിട്ട് നിങ്ങളുടെ പേഴ്സൺ ജോലിയിലും കൂടി ശ്രദ്ധിക്കുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. നിങ്ങളിത് കാണുന്ന സമയത്ത് ഇവർ വർക്കിംഗ് ആയിരിക്കും. രാവിലെ ആയാലും രാത്രി ആയാലും എപ്പോഴാണോ ആ സമയത്ത് ഇവർ വർക്കിംഗ് ആണ്. ഓക്കെ, അതിനെക്കുറിച്ചും അവർ വളരെ കാര്യമായിട്ട് തന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. ബാക്ക് ഓഫ് ദി മൈൻഡിൽ നിങ്ങളുടെ ചിന്തകളും പോകുന്നുണ്ട് എന്നർത്ഥം. പേജ് ഓഫ് പെൻറ്റക്കിൾസ് വെച്ച് ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ പിക്ചർ കൈവശം ഉണ്ടെങ്കിൽ എടുത്ത് നോക്കാറുണ്ട്, മെസ്സേജസ് നോക്കാറുണ്ട്, സോഷ്യൽ മീഡിയ റിലേറ്റഡ് ആക്ടിവിറ്റീസ് എല്ലാം തന്നെ സ്റ്റോക്ക് ചെയ്യുന്നുണ്ട് എന്നും കാണുന്നു. 3 ഓഫ് കപ്സ് ഒന്ന് ക്ലാരിഫൈ ആയിട്ടെ. ക്ലാരിഫൈ 3 ഓഫ് കപ്സ്. 3 ഓഫ് കപ്സ് ആ സമയത്ത് അവരവരുടെ ഫ്രണ്ട്സിൻ്റെ കൂടെയും ആയിരിക്കാം. ചിലപ്പോൾ നിങ്ങളിത് കാണുന്ന സമയത്ത് നിങ്ങളുടെ പേഴ്സൺ അവരുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്നതുമായിരിക്കാം കേട്ടോ. 2 ഓഫ് കപ്സ് നിങ്ങളും കൂടി അവരുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്നുള്ള രീതിയിൽ അവർ ചിന്തിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. ഓക്കെ, ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതായിരുന്നു നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജി. ഓക്കെ, അപ്പോൾ ഇന്നത്തെ റീഡിങ് ഇത്രയും മതി. ഓക്കെ, അപ്പോൾ കുറേ കാര്യങ്ങൾ അറിഞ്ഞില്ലേ. അവരുടെ ഇമാജിനേഷൻ നമുക്ക് മനസ്സിലായി, അവരുടെ കറണ്ട് എനർജി മനസ്സിലായി. ഓക്കെ, അപ്പോൾ റീഡിങ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒന്ന് ഹൈപ്പും കൂടെ ചെയ്ത് തരിക കേട്ടോ.
പേഴ്സണൽ റീഡിംഗ് വേണ്ടവർ കോൺടാക്റ്റ് ചെയ്തോളൂ, തീർച്ചയായും ചെയ്തു തരാം. പുതിയൊരു റീഡിങ്ങുമായിട്ട് നമ്മൾ തമ്മിൽ കാണും വരെ എല്ലാവരും ഹാപ്പി ആയിരിക്കുക, സേഫ് ആയിരിക്കുക, ഡിവൈനുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുക കേട്ടോ. ദൈവം അനുഗ്രഹിക്കട്ടെ. ബൈ.